ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അവരുടെ ചാനലിൽ അവർക്ക് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ്. ഞങ്ങൾക്കിനി ഫോണിലൂടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയില്ലേ? ഇനി കമ്പ്യൂട്ടർ തന്നെ ആവശ്യമാണോ? ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ സ്ക്രീനും മറ്റ് സെറ്റിങ്സും അതുപോലെ എൻ്റെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടായിരുന്നു. ഇനി ഞങ്ങൾ എങ്ങനെയാണ് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടത്, അതൊന്ന് പറഞ്ഞു തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനൽ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഏത് ചാനലാണോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചാനൽ YT സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ചാനൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒന്നിനും സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്ത് എഴുതിയതിനു ശേഷം താഴെ കാണുന്ന സെർച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ഈ ഓപ്പൺ ആയി വരുന്ന പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റു ലാംഗ്വേജുകളിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ലാംഗ്വേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇനി ഈ ഓപ്പൺ ആയി വരുന്ന പേജിന്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ചെയ്യേണ്ട എല്ലാ സെറ്റിങ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഏറ്റവും മുകളിൽ സൈഡിലായിട്ട് കാണുന്നത് അതായത് ഒന്നാമതായിട്ട് കാണുന്നത് ഡാഷ്ബോർഡ്, രണ്ടാമതായിട്ട് കണ്ടന്റ്. ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ താഴെ അനലിറ്റിക്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക്കിന്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ഇത് യൂട്യൂബിന്റെ മ്യൂസിക് ലൈബ്രറിയാണ്. ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് വിത്തൗട്ട് കോപ്പിറൈറ്റ് യൂട്യൂബിൽ നിന്നും മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് മ്യൂസിക്കിന്റെ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കുറച്ച് പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതിൽ നിന്ന് കാണുക. അതുപോലെ തന്നെ കോപ്പിറൈറ്റിനെ പറ്റി ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ആ പ്ലേലിസ്റ്റ് മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിത്തൗട്ട് കോപ്പിറൈറ്റ് നമുക്ക് എങ്ങനെയാണ് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്, കോപ്പിറൈറ്റ് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി അതിന് താഴെയായിട്ട് കാണുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചാനലിൽ ചെയ്യേണ്ട എല്ലാ സെറ്റിംഗ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ചാനലിൽ കൊടുക്കേണ്ട കീവേഡ്സ്, അതുപോലെ കൺട്രി സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ്, അത് ഏത് കണ്ടന്റാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത്, ഏത് കണ്ടന്റാണ് നിങ്ങൾ ചെയ്യുന്നത് ആ കണ്ടന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ 3 സ്റ്റെപ്പും അതൊക്കെ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലാംഗ്വേജ്, അതും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ചാനൽ എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടോ, നിലവിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സ്ട്രൈക്ക് നിലനിൽക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നോക്കിയാലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. അതുപോലെ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, മോണിറ്റൈസേഷൻ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ, അതായത് മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അതായത് റീയൂസ്ഡ് കണ്ടന്റ് വന്നു അതിന് അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല,
അങ്ങനെ ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു, അങ്ങനെയുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.